ഗായ്സ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ, ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പോവാണ്. സംഗതി ഇന്നലെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ 5 മിനിറ്റ് കൊണ്ട് തട്ടിക്കൂട്ടുണ്ടാക്കിയ സംഭവം ആട്ടോ. ഇത് ഇന്നലെ വൈകിട്ട് ഞാൻ ഇറങ്ങണ സമയത്ത് നമ്മൾ ഇന്നലെ കാണിച്ച വീഡിയോയിൽ എടുത്താ പൂവില്ലേ, അത് രാത്രിയിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം ഇത് നമ്മൾ അവിടെ നിന്ന് പാക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ്. അല്ലൂസിന് നല്ല ഉറക്കപ്രാന്തായതുകൊണ്ട് മൂശാട്ടയായിരുന്നു, അതുകൊണ്ട് കഴിച്ചില്ല. അച്ഛന് വീട്ടിൽ ചെന്നിട്ട് കൊടുത്തോളാൻ പറഞ്ഞിട്ട് അമ്മ പാക്ക് ചെയ്ത് തന്നതാണ്. എന്നിട്ട് അവൻ അത് ഇന്നലെ ഇത്തിരി കഴിച്ചു, ബാക്കി അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു കേട്ടോ. ഇന്നിപ്പോൾ ഉച്ചയായപ്പോൾ നല്ല വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഒരു കാര്യം ഓർത്തത് കേട്ടോ. അപ്പം നമ്മുടെ സംഭവം ഫ്രിഡ്ജിൽ നിന്ന് പൊക്കിയിട്ടുണ്ട്. നേരെ നമ്മളൊന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. അങ്ങനെ അല്ലൂസിന് കൊടുത്തു. ആ ഒരു മൂളല് കേട്ടാൽ അറിയാം സംഗതി വേറെ ലെവലാണ് മക്കളെ. സംഗതി അമ്മ ഒരു 5 മിനിറ്റോടെ റെഡിയാക്കിയതാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുഴിമന്തിയും ബിരിയാണി ഒഴിച്ച് ബാക്കി എന്ത് സാധനവും ആ വായിലേക്ക് ചെല്ലണേക്കാളും സ്പീഡിൽ റിട്ടേൺ പോരാറുണ്ട്. എൻ്റെ അമ്മ എൻ്റെ കല്യാണത്തിന് മുമ്പ് വളരെ റയറായിട്ടാണ് ബിരിയാണി വെക്കാറ്. വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ അമ്മ മിക്ക ഞായറാഴ്ചകളിലും ബിരിയാണിയാണ് വെക്കാറ്. എന്നാലും ഈ 5 വർഷം കൊണ്ട് എൻ്റെ വീട്ടിൽ വല്ലാത്ത മാറ്റങ്ങളൊക്കെയാണ് സംഭവിച്ചേക്കുന്നത്. എൻ്റെ അച്ഛനും അമ്മയും മന്തി വിരോധികളാണെങ്കിലും ഇടയ്ക്ക് ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ ഇതിന്റെ അവശിഷ്ടങ്ങൾ എനിക്ക് കിട്ടാറുണ്ട്. സംഗതി കൈയോടെ പൊക്കും എന്നാകുമ്പോൾ അനിയന്റെ തലയിൽ കൊണ്ടുപോയി വെക്കാറാണ് പതിവ്. പിന്നെ നമ്മുടെ ചേട്ടന്റെ വീടും എൻ്റെ വീടും തമ്മിൽ വലിയ ദൂര വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊക്കെ എങ്ങനെയെങ്കിലും മണത്തറിഞ്ഞ് കറക്റ്റായിട്ട് വീട്ടിലെത്താറുണ്ട്. ബൈ നമ്മുടെ ബിരിയാണി ഒരു രക്ഷയില്ലാട്ടോ, അപാര ടേസ്റ്റാണ്. പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരുടെ കൈ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അത് പിന്നെ ഈ കെട്ടിച്ച് വിട്ട് കഴിയുമ്പോഴാണല്ലോ ഇതിൻ്റെ വില മനസ്സിലാവുക. അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ബൈ ഞാൻ പോവാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കൂലാലോ അല്ലേ. അപ്പോൾ ശരി, പിന്നെ കാണാം. ടാറ്റാ.